കോൺഗ്രസിന്റെ പാരമ്പര്യം അതാണ്. അതായത് ജനാധിപത്യ മാതൃകയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റിനെ അട്ടിമറിക്കുന്ന ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ സ്വഭാവമല്ല ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശുദ്ധവായുവിനൊഴികെ ബാക്കി എല്ലാത്തിനും ഇന്നിപ്പോൾ രാവിലെ മുതൽ പാലിന് 22 രൂപയായി ഉത്തരവ് ഉയർത്തിയിരിക്കുകയാണ്. കുടിനീരിന്, ഇലക്ട്രിസിറ്റിക്ക് ഇപ്പൊ പവർ കട്ട് രാത്രിയിലാണ്, ഇപ്പൊ പകലും പവർ കട്ടാണ്. അപ്പൊ പവർ ഇല്ല, പവർ എന്നൊരു സ്വപ്നമായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരം ദുരന്തങ്ങൾക്ക് ഈ കഴിഞ്ഞ ഓണക്കാലം പാവപ്പെട്ടവന്റെ കീശ കാലിയായ ഒന്നാണ്. കാരണം നിത്യോപയോഗ സാധനങ്ങൾ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ശ്രീ പന്തളം സുധാകരൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എണ്ണി നമുക്ക് എല്ലാ കാലത്തും പറയാൻ സാധിക്കും. ഇതിൽ ഇപ്പോൾ ഭരിക്കുന്ന ഒരു കക്ഷിക്ക് മാത്രമാണ് ഉത്തരവാദിത്തം കേരളം ഈ രീതിയിലാകുന്നതിന്. താങ്കൾ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോൾ കേരളം ഏറ്റവും ഒടുവിൽ അരിക്ക് പകരം ഓണത്തിന് വാങ്ങിച്ചു കൂട്ടിയത് മദ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കേരളത്തിന്റെ സംസ്കാരം മാറിയതിന് താങ്കളെ പോലുള്ള നേതാക്കൾക്ക് ഉത്തരവാദിത്തം. ഞാൻ സത്യത്തിൽ എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഈ ഉത്സവകാലത്ത് ഏറ്റവും സുലഭമായി കേരളത്തിൽ ഉണ്ടായിരുന്നത് മദ്യത്തിന്റെ വിപണനമാണ്. നമ്മുടെ സർക്കാരിന്റെ ഖജനാവുകളിൽ ഏറ്റവും കൂടുതൽ പണം കുമിഞ്ഞുകൂടിയതും ഈ ബിവറേജസ് കോർപ്പറേഷന്റെ വിൽപ്പനയിലൂടെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്നവരുടെ പട്ടികയിലാണ് ഇന്നിപ്പോൾ കേരളീയരായ നാമുള്ളത്. അത് അഭിമാനാർഹമായ ഒരു നേട്ടമായി ഒരിക്കലും എനിക്ക് കാണാൻ കഴിയില്ല. അതേസമയം എക്സൈസ് മന്ത്രി എന്നുള്ള നിലയിൽ ഉള്ള ഒരാൾക്ക് തീർച്ചയായും അഭിമാനിക്കാൻ കഴിയും. കാര്യം ഖജനാവിലേക്ക് കാശ് വന്നു. പക്ഷെ ഇവിടെ അരി മേടിക്കുന്നതിനേക്കാൾ പ്രിയോറിറ്റി ഏറ്റവും സമാധാനപരമായി സഹവർത്തിത്വത്തോടുകൂടി ക്യൂ നിൽക്കുന്ന കേരളത്തിലെ ഏക പ്രദേശങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ. അപ്പൊ ഇത്രയും അച്ചടക്കമുള്ളവർ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, മദ്യത്തിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ കറണ്ട് കട്ട് ഉണ്ടാകുന്നു, നമുക്ക് കറണ്ട് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കറണ്ടിന്റെ ഉപയോഗം കൂടുതലായി പോയത് കൊണ്ട് ഒരുപക്ഷെ പൂർവ്വം നമ്മുടെ ഇതൊക്കെ ആസൂത്രണം ചെയ്യേണ്ട വകുപ്പുകളൊന്നും തന്നെ അങ്ങനെ ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാൻ ലൈനിലുണ്ട്. ഹലോ, ആരാണ്? സംഭവിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് താങ്കളെ പോലെയുള്ള വളരെ ദീർഘവീക്ഷണമുള്ള ഊർജ്ജസ്വലരായ 25ാം വയസ്സിൽ MLA ആയി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായി പറയാൻ പറ്റുന്ന ഒന്നോ രണ്ടോ താങ്കൾ പന്തളം സുധാകരൻ. ഒക്കെ ഒരു നിരാശ തോന്നുന്നുണ്ടോ ഇവിടെ? അതൊന്നും വേണ്ട രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെടുന്നില്ല. തീർച്ചയായും. കാരണം പല രാഷ്ട്രീയ പാർട്ടികളും അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ട് നേടാം എന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അതിനപ്പുറം ഒരു ജനതതി ഇവിടെ ജീവിക്കണം, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായ സത്യമാണ്. അതിലെനിക്ക് അങ്ങേയറ്റം വേദനയുണ്ട്. ഇവിടെ ശ്രീ ലാൽ പറഞ്ഞത് ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ കൂടും, അതനുസരിച്ച് അത് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, ആരാണ്? റിഫായ് ഹദ്ദാദാണ്. പേരൊന്നുകൂടെ പറയാമോ? റിഫായ് ഹദ്ദാദ്. റിഫായ് നാട്ടിലെവിടെയാണ് സ്ഥലം? കാസർഗോഡ് ജില്ല, ഉദുമ നിയോജകമണ്ഡലത്തിൽ. ഓക്കെ, ഇപ്പൊ എവിടെ നിന്ന് വിളിക്കുന്നു റിഫായ്? അബുദാബിയിൽ നിന്ന്. ഓക്കെ, സംസാരിച്ചോളൂ. മുൻ മന്ത്രി ശ്രീ പന്തളം സുധാകരൻ. ഹലോ റിഫായ്. നമസ്കാരം റിഫായ്. ഞാനൊരു കോൺഗ്രസിന്റെ യൂത്ത് OICCന്റെ മെമ്പറാണ്. ഓ, വലിയ സന്തോഷം. നമ്മുടെ പ്രവർത്തനം വളരെ മധ്യവസ്ഥയിലാണ് ഗൾഫിലുള്ളത്. 5 പേരുണ്ടെങ്കിൽ ഒരു 5 ഗ്രൂപ്പുകളാണ് ഇവിടെയുള്ള പാർട്ടി. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല റിഫായ്, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രത്യേകിച്ച് ഗൾഫ് മേഖല